നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. അതുപോലെ ഫോഴ്സ്ഫുള്ളി ആരും നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്നു എന്ന റീഡിങ്സുകൾ കാണാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമ്മളിലേക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ അട്രാക്റ്റഡ് ആയിട്ട് വരിക തന്നെ ചെയ്യും. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ ഏതൊക്കെയോ സാഹചര്യങ്ങളെ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേറെ പല അവസരങ്ങളുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ വ്യക്തികളെ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യമായിരിക്കാം. ചിലപ്പോൾ ചില ജോബുകൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ സാഹചര്യം നമ്മൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത വിധം എത്ര ശ്രമിച്ചിട്ട്, അതായത് നിങ്ങൾ പെട്ടുപോയതായിട്ടാണ് കാണുന്ന ആ ഒരു സാഹചര്യത്തെ. നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ട്, എന്നിട്ടും നിങ്ങൾ അവിടെ പെട്ടുപോയിരിക്കുന്നു. കാരണം നിങ്ങൾ അത്രത്തോളം ഇമോഷണലി ഇഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു കാര്യത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഡിവൈൻ നിങ്ങളുടെ കൈകളിൽ നൽകിയിരിക്കുന്നതാണ്. അതാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ടും അവിടെ നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നുണ്ട്, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അവിടുന്ന് വേറെ ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറാണ് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ വീണ്ടും ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ചിലപ്പോൾ ചില വ്യക്തികളെ ആവാം. നമ്മൾക്ക് മുന്നിൽ പല കാര്യങ്ങളുണ്ടായിട്ടും നമ്മൾ ആ വ്യക്തികളിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നു. ആ വ്യക്തികളിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ എല്ലാ സർവ്വ കാര്യങ്ങളും സമർപ്പിക്കുന്നു. ചിലപ്പോൾ ഒരു ഹെൽപ്പിംഗ് മൈൻഡുള്ള വ്യക്തികളാവാം നിങ്ങൾ. അതിൻ്റെ ഫലമായിട്ട് പലരെ സഹായിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ചെന്ന് പെട്ടതുമായിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പക്ഷേ അതൊരു ഡിവൈൻ്റെ കണക്ഷനായിട്ടാണ്, അല്ലെങ്കിൽ ഡിവൈൻ്റെ ഒരു തീരുമാനമായിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്കിന്ന് വ്യക്തമാവുകയാണ്. അതൊരു ഡിവൈൻ ഹെൽപ്പാണ്, അല്ലെങ്കിൽ ഡിവൈൻ്റെ ഒരു തീരുമാനമാണ് ഈ ഒരു സാഹചര്യത്തെ ഞാൻ കണ്ടിന്യൂ ചെയ്യുക എന്നത്. അത് നമ്മൾക്ക് നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നു. മുന്നോട്ട് ആ ഒരു സാഹചര്യവുമായിട്ട് തന്നെ പോകേണ്ടി വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു സക്സസ് ഒരു വ്യക്തിയിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യമാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബാണെങ്കിൽ തന്നെ ആ ജോബിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്കൊരു വാർത്ത കേൾക്കാൻ സാധിക്കുന്നതായിട്ടുമാണ് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളൊരു നല്ല അറിവുള്ള, എല്ലാവരോടും സ്നേഹവും ദയയും കരുണയൊക്കെ കാണിക്കാൻ കഴിയുന്ന, ഒരു സഹാനുഭൂതിയുള്ള മനസ്സോടുകൂടിയ വ്യക്തികളാണ്. ആർക്കും നിങ്ങളെ കഴിഞ്ഞ് നിങ്ങൾ സഹായിക്കും. നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ സഹായിക്കുന്ന വ്യക്തികളാണ്. അതായത് നിങ്ങൾക്ക് നല്ല നോളജുള്ള വ്യക്തികളെയാണ് കാണുന്നത്. മുൻകൂട്ടി കാര്യങ്ങളെ നിങ്ങൾക്കറിയാൻ, അതായത് ഒരു വ്യക്തിയെ സംസാരിച്ചാൽ, ഒരു വ്യക്തിയായിട്ട് ഇടപെട്ടാൽ ആ വ്യക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. അതുപോലെ നിങ്ങൾക്ക് അബണ്ടൻസ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. നിങ്ങൾ വിദ്യാഭ്യാസം, നല്ല എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഒക്കെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത്. നിങ്ങളുടെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റായ വ്യക്തികളെയാണ് കാണുന്നത്. നിങ്ങൾ ഇമോഷണലി എല്ലാവരോടും സഹാനുഭൂതി സ്നേഹവും കാണിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരുന്നു. നിങ്ങൾ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാവാം, ചേർത്ത് പിടിക്കുന്നതിൻ്റെയൊക്കെ ഫലമായി നിങ്ങൾക്ക് കുറേ പെയിൻ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിനിന് ഇനി മുന്നോട്ടൊരു അവസാനം സംഭവിക്കുകയാണ്. നിങ്ങൾ ആ ഒരു സഹായിച്ച ആ ഒരു വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വന്നു.
ആ പെയിന് നിങ്ങൾക്ക് അവസാനമാവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു പോസിറ്റീവായൊരു അവസ്ഥയിലേക്ക്, അതായത് നിങ്ങളൊരു സക്സസ്സിലേക്ക്, ഇനി നിങ്ങളെ മറ്റെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറഞ്ഞാൽ ക്യൂൻ ഓഫ് വാൻസ് ആണ്. അതായത് കരിയർ സംബന്ധമായി വളരെ സത്യസന്ധതയും നീതിയുക്തവുമായി നിൽക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത്. നിങ്ങൾ ഏത് ജോബിലാണോ ഏർപ്പെടുന്നത്, ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത്, ആ സാഹചര്യത്തിൽ നിങ്ങൾ വളരെ നീതിയോടുകൂടി പെരുമാറുന്ന വ്യക്തിയും സത്യസന്ധതയും സമർപ്പണ ബോധത്തോടുകൂടി നിൽക്കുന്ന വ്യക്തികളായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് തകർച്ചയാണ് നിങ്ങളുടെ സത്യസന്ധതയുടെ ഫലമായിട്ട് നേരിടേണ്ടി വന്നതെന്ന് കാണുന്നത്. ആ ഒരു തകർച്ച നിങ്ങളെ പിന്നിൽ നിന്ന് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നൊക്കെ ഇരുട്ടടി എന്ന് പറഞ്ഞതുപോലെ ഒരു തകർച്ചയാണ്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നും പല കോൺഫ്ലിക്റ്റുകളും പ്രശ്നങ്ങളെയും നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പല ബന്ധനങ്ങളും പലരിൽ നിന്നും നിങ്ങൾ ചിന്തിക്കാത്തവരിൽ നിന്നും ഒരുപാട് ബ്ലോക്കേജുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കരിയറിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കുള്ളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്കൊരു സക്സസ്, നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും വിജയവുമാണ് വരുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയ്ക്കും നീതിയുക്തമായ രീതിക്കുമൊക്കെ ഒത്ത് നിങ്ങളിലേക്ക് ഇനി ഒരു വിജയം, നിങ്ങൾക്കൊരു ഹാപ്പിനെസ്, സന്തോഷം ഒക്കെയാണ്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കുണ്ടായ ഒരു തകർച്ചയും നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ പിന്നീന്നുള്ളൊരു കുത്തലൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾ കളയുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഭയം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലാത്ത വിധം ഇതിനെ നിങ്ങൾക്ക് ആ കിട്ടിയ ഒരു വിജയത്തെ, സക്സസ്സിനെയൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്കിനി എന്താണ്, മുന്നോട്ട് ഉയരാൻ പറ്റുമെന്നും നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തെയും പിടിച്ചു നിർത്താൻ പറ്റുമെന്നുമാണ് പറയുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം സത്യസന്ധരായ വ്യക്തികളായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സാമ്പത്തികമായിട്ടും കുറേ ആളുകൾക്ക് വളരെ ശാന്തമായിട്ട് ഇമോഷണലി വളരെ ഹാപ്പിനെസ് വരുന്നു. അതായത് നിങ്ങളുടെ കൈക്കുള്ളിൽ ഇനി സാമ്പത്തികം വരികയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ, അതായത് ആ സ്വാധിഷ്ഠാന ചക്ര ഒരു വർക്കിംഗ് ആവുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത്. അതായത് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തികൾക്ക് സ്വാധിഷ്ഠാന ചക്രയുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാനും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഒരു ഐക്യവും സ്വസ്ഥതയൊക്കെ വരാൻ പോകുന്നതായിട്ടാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനകത്തെന്നാണ് കാണുന്നത്. കാരണം ഇമോഷണലി വളരെ റിലാക്സ് ആയിരിക്കുകയാണ് നിങ്ങൾക്കൊരു മദർ ഫിഗറാണ് ഇവിടെ കാണുന്നത്. അതായത് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്നവർ. അപ്പോൾ സാമ്പത്തികമായി കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഇമാജിൻ ചെയ്ത വ്യക്തികളെയാണ് കാണുന്നത്. സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപങ്ങൾ നടത്തിയവരായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിജയത്തിന് വേണ്ടിയിട്ട് വല്ല ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ സാമ്പത്തികം കൊടുത്തിട്ടിരുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾക്കത് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ താമസിച്ചുവെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് നമുക്ക് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇമോഷണലി വളരെ സന്തോഷവും ഹാപ്പിനെസ്സും ഇനി ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്തു. ആ ഒരു സാമ്പത്തികം നിങ്ങൾ നിക്ഷേപിച്ചത് നേടിയെടുക്കാൻ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് അബണ്ടൻസും സമൃദ്ധിയും വന്നു ചേരുകയാണ്. അതായത് നിങ്ങൾക്കൊരു നല്ല പൊസിഷൻ ഉണ്ടാവാൻ പോകണം. ആ സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രാജ്ഞിയെ പോലെ, രാജാവിനെ പോലെ ആവുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂണാണ്. കാലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. നിങ്ങൾ ഏതു സാഹചര്യത്തിലാണോ, ചിലരുടെയൊക്കെ വിവാഹം നടക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് വിവാഹമൊക്കെ തടസ്സപ്പെട്ട് നിന്നത്, അതുപോലെ ഒരു വിദേശ യാത്ര തടസ്സപ്പെട്ട് നിന്നവർ, കരിയർ സംബന്ധമായിട്ട് യാതൊരുവിധ മൂമെൻറ്റുമില്ലാതെ സ്റ്റക്കായിട്ട് നിന്നവർ, അങ്ങനെയുള്ള കുറേ ആളുകളുടെ എനർജിയാണ് വരുന്നത്. വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഇനി കാലം അനുകൂലമായിരിക്കുന്നു. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടത്, കൺഫ്യൂഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കാരണം പല ചോയ്സും നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു കാണാം. ഇപ്പോൾ ഒരു വിവാഹത്തെ സംബന്ധിച്ചാണെങ്കിലും ജോലിയെ സംബന്ധിച്ചൊക്കെ ആണെങ്കിലും കുടുംബജീവിതത്തിലെ ചില പ്രോബ്ലംസ്, ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്ന് കയറുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ
ഒരുപാട് കൺഫ്യൂഷൻസ് അനുഭവിച്ച വ്യക്തികളെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നു. അത് നിങ്ങൾക്കിന്ന് വ്യക്തമായും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥ, നിങ്ങൾക്ക് ആരോടുമില്ലാതെ ഉൾവലിഞ്ഞ് നിങ്ങൾ സ്വയം വേദനിച്ച് ഉരുകിയ ഒരു കാലഘട്ടം, വിവാഹമൊക്കെ ഒരുപാട് ഏജായി കഴിയുമ്പോൾ നമ്മൾക്ക് മാനസികമായും ഭയങ്കരമായും ഒരു ഡിപ്രഷൻ, ഒറ്റപ്പെടൽ, മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു മിങ്കിളിങ് താല്പര്യമില്ലാതെ വരുന്നൊക്കെ ഒരു സാഹചര്യം വരുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കിടെയൊക്കെ ലൈഫിലേക്ക് കാലം അനുകൂലമാകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സാമ്പത്തികമായും കുടുംബ ഐക്യം, നല്ലൊരു സാമ്പത്തിക ഭദ്രത, കുടുംബത്തിലൊക്കെ ഒരു ഹാപ്പിനെസ്, സന്തോഷം, ഒരു ഉത്സവമൊക്കെ വരാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ തരുന്ന എനർജി. 100% നിങ്ങൾ തിരിച്ചറിയുക, അത് നിങ്ങൾ നേടിയെടുക്കുക കേട്ടോ. നിങ്ങളുടെ കൈകളിലേക്ക് ആരും കൊണ്ടുവച്ച് തരില്ല. ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? പ്രയത്നിക്കണം, സ്ട്രഗിൾ ചെയ്യണം. നമ്മൾ അതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുക. ആ ഒരു തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നേടിയെടുക്കുക. അപ്പം നമ്മൾ പോലും അറിയാതെ വഴി നമുക്ക് മുമ്പിൽ തുറന്നു വരും. അടുത്തത് നമുക്ക് എന്താ? 6 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടേക്കോ ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ചു. അതായത് കൺഫ്യൂഷൻ്റെ പുറത്തും എന്തൊക്കെയോ കാര്യങ്ങൾ എടുത്ത് ചാടി മുന്നും പിന്നും നോക്കാണ്ട്, ഒന്നെങ്കിൽ ജോബ് സംബന്ധമായ കാര്യത്തിലോ ബിസിനസ്സിലൊക്കെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. അതായത് നിങ്ങൾ ഒരുപാട് വിജയം കരസ്ഥമാക്കാൻ പറ്റും, ആ ഒരു വഴിക്ക് നല്ലൊരു വിജയമുണ്ടെന്നൊക്കെ ചിന്തിച്ച് ചെയ്തതാണ്. നിങ്ങൾക്ക് ആരൊക്കെയോ ഗൈഡൻസ് തന്നിരുന്നു, അത് ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട, അത് നമുക്ക് പോസിബിളായ ഒരു കാര്യമല്ല എന്നൊക്കെ നമുക്ക് ഗൈഡൻസ് തന്നിരുന്നു. പക്ഷെ നിങ്ങൾ വളരെ വിശ്വസ്തരും നിഷ്കളങ്കമായ ഒരു വ്യക്തികളാണ്. നിങ്ങൾ ചെറുതിനെ വലുതാക്കാൻ ആഗ്രഹിക്കുന്നവരും, മറ്റുള്ളവരുടെ മുമ്പിൽ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായതിൻ്റെ പുറത്ത് നിങ്ങൾ ആ കൺഫ്യൂഷനെയൊക്കെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ എടുത്ത് ചാടി എന്തോ കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതായ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ ഏത് സാഹചര്യമാണോ പോസിറ്റീവാണെന്ന് ചിന്തിച്ച് നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ മറ്റുള്ളവരെ ഗൈഡൻസിനെ അത് ഒന്ന് വകവയ്ക്കാതെ ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുകയും അതിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റും മാനസികമായ കോൺഫ്ലിക്റ്റ്, നിങ്ങൾ ഒറ്റയ്ക്ക് അതിനെ ഫൈറ്റ് ചെയ്യുന്ന കുറേ ആളുകളെയാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറുക എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ പെട്ട് നിൽക്കുന്നത്, പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഇല്ലാത്തത്, നിങ്ങളതിനെ ഹോൾഡ് ചെയ്ത് വെക്കാതെ അത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മാറുക. നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് വരികയാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരുപാട് പെയിനും സ്ട്രഗിളും അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ സാഹചര്യത്തിൽ തുടർന്നാൽ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് കരിയർ സംബന്ധമായ കാര്യത്തിലൊക്കെ ഇനി ഒരു സക്സസ്, ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ വരുന്നുണ്ടാവാം, അതല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ചിങ്, നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊരു ട്രാൻസ്ഫറായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വരുന്നുണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ജോബ് സംബന്ധമായ കാര്യത്തിൽ വളരെ പോസിറ്റീവായ നിങ്ങളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് സംതൃപ്തമാവുന്ന, സമൃദ്ധിയോടും ഹാപ്പിനെസ്സോടും കൂടി, അതായത് ആത്മസംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാൻ സാധിക്കുന്ന, അതായത് ഒരു ആത്മസംതൃപ്തി നമ്മുടെ ജോലിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് സംതൃപ്തമായിരിക്കണം. ജോലി എളുപ്പമായാലും വരുമാനം കുറവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ജോലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കാര്യങ്ങളെല്ലാം പോയി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ടും നമുക്ക് ആ ഒരു ജോലിയിൽ ബെനിഫിറ്റ് ലഭിച്ചാൽ നമ്മളിനി എത്ര സ്ട്രഗിളുള്ള ജോലിയിലും സംതൃപ്തരായിരിക്കും, അല്ലേ? അപ്പം നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു സൺറൈസിങ്, ചിലപ്പോൾ നിങ്ങൾക്ക് സാലറിയിലൊക്കെ ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വരുന്ന കിങ് ഓഫ് വാൺസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. ആ ജോലിയിൽ, ആ കരിയറിൽ നിങ്ങൾക്കൊരു നല്ല പൊസിഷൻ വരികയാണ്. അതാണ് നിങ്ങൾക്കൊരു ജോലി കയറ്റം വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വളരെ നല്ല ഒരു, അതായത് നിങ്ങൾ അതിനകത്ത് ബന്ധിക്കപ്പെട്ട് നിന്ന കുറേ ആളുകളെയാണ് കാണുന്നത് കേട്ടോ. ആ കരിയറിനകത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അവസരം ഉണ്ടായിരുന്നു കാണും പ്രൊമോഷനും മറ്റും കിട്ടാനായിട്ട്. പക്ഷെ നമ്മളെ ആരൊക്കെയോ പിന്നിൽ നിന്നും തള്ളുകയും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി, നിങ്ങൾക്ക് ടൈം ആവാത്തതുമാവാം. നമുക്ക് ഓരോന്നിനും അതിൻ്റേതൊരു ടൈം വരുമ്പോഴാണല്ലോ നമുക്കതുകൊണ്ട് പ്രയോജനം വരുള്ളൂ.
അപ്പം നമുക്ക് അതിൻ്റെ ടൈമായി കാണില്ല. അപ്പം മറ്റുള്ളവരിൽ നിന്ന്, അതായത് ആയിരിക്കും ഒരു ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു നിങ്ങൾക്ക് ആ ഒരു ജോബ് കരിയറിനകത്ത് ഉയരാൻ പറ്റാത്ത വിധം പിന്നിൽ നിന്നും നിങ്ങൾക്കിടെ ഒപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളോട് പറയുന്നതായിരുന്നില്ല, മാറി നിന്ന് പറയുന്നതെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അതായത് നിങ്ങളോട് അവർ വന്ന് നിങ്ങൾ ജോബ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ ഡിസ്കസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു, ചർച്ചയും കാര്യങ്ങളിലൊക്കെ നിന്നെങ്കിലും പക്ഷേ ആ വ്യക്തി മാറി നിങ്ങളെ ഒരു ബന്ധനത്തിലാക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളിൽ നിന്നും ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നതാണ്. നിങ്ങളിൽ നിന്നും കുറേ ഒരു ജോബിനെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ പ്രൊമോഷനെ സംബന്ധിക്കുന്നതോ കാര്യങ്ങളൊക്കെ അവർ ചോർത്തുന്നുണ്ടായിരുന്നു കാണാം. പക്ഷേ ആ ഒരു ബന്ധനം നിങ്ങളിൽ നിന്നും മാറുകയാണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഴ്സാണ്. നൈറ്റ് ഓഫ് സോഴ്സ് കേട്ടോ. നൈറ്റ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നിലേക്ക് നടന്നു പോകുന്ന കുറേ വ്യക്തികളെ കാണുന്നു. നിങ്ങളുടെ ലൈഫിലോ കരിയറിലോ നിങ്ങൾ എവിടെയാണോ വന്ന് നിന്നത് ആ ഒരു സ്ഥാനത്ത് നിന്ന് നിങ്ങൾ തിരിച്ചു പോകുന്നു. ചിലപ്പോൾ ഈ ആ ജോബ് സംബന്ധമായും അതിനകത്ത് നിൽക്കുന്ന വ്യക്തികളുമായിട്ടും സഹകരിക്കാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾക്കതിനകത്തൊരു സംതൃപ്തി ഇല്ലാത്തതിൻ്റെ പുറത്ത് നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കാണുകയാണ്. അതായത് നിങ്ങൾ തിരിച്ച് നടക്കുന്നു കുറേ വ്യക്തികൾ. ചിലപ്പോൾ ആ ഒരു ജോബ് നിങ്ങളുടെ ഒരു പഴയ ജോലി, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതാവാം. നിങ്ങൾ എന്താണേലും വളരെ എക്സ്പീരിയൻസ് ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഈ ഒരു ജോലിയിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന കരിയർ, അത് ബിസിനസ് ആയിക്കോട്ടെ ഏത് സാഹചര്യമായിക്കോട്ടെ, ആ കരിയറിൽ നിന്ന് നിങ്ങൾ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പഴയ ആ ജോലിയിലേക്ക് വീണ്ടും ഒരു വിളി വന്നിട്ടുണ്ടാവാം, ഒരു കോൾ ഉണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഇമോഷണലി ഒരുപാട് സ്ട്രഗിളിങ്ങും എക്സ്പീരിയൻസ് നേടി നിങ്ങൾ തിരിച്ച് ആ പഴയ സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ വ്യക്തികൾ തിരിഞ്ഞു നടക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ പഴയ ആ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. നല്ല എക്സ്പീരിയൻസ് നേടി ഇപ്പോഴത്തെ വന്ന് നിന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നല്ല എക്സ്പീരിയൻസ്, വളരെയധികം സ്ട്രഗിൾ ചെയ്ത് എക്സ്പീരിയൻസ് നേടിയ നിങ്ങൾക്ക് പഴയ സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 5 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. 5 ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുറേ തടസ്സങ്ങൾ സംഭവിക്കുന്നു, നമ്മൾ സക്സസ് ആവാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വളരെ വ്യക്തമായി കിട്ടുന്ന എനർജി നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു ഇഷ്യൂ, അതായത് മറ്റെല്ലാവരോടും ഉൾപ്പെട്ട്, ഫാമിലി എല്ലാം ഉൾപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു സ്ട്രഗിളിങ്, അതായത് ഒരു കോൺഫ്ലിക്റ്റ് എന്ന് തന്നെ പറയാം. നല്ല ഒരു പ്രോബ്ലംസ് നേരിട്ടുകൊണ്ടിരുന്ന കുറേ വ്യക്തികൾ ഇനി കണക്റ്റഡ് ആവുകയാണ് കേട്ടോ. നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ചു വരുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ്, ഭയങ്കരമായ കോൺഫ്ലിക്റ്റാണ് കാണുന്നത്. തടസ്സവും പ്രശ്നങ്ങളും വെറുതെ മറ്റുള്ളവരോട്, അതായത് പേരൻസൊക്കെ ആയിരിക്കാം, എല്ലാവരോടും ഇടപെട്ട് ആ ഒരു പ്രശ്നം വളരെ മോശമാക്കി തീർത്ത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെയധികം ഇമോഷണലായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക്. ഒരുപാട് ചോയ്സും അവസരങ്ങളും ഇന്ന് നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ബാലൻസിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. പുതിയൊരു തുടക്കം, കരിയർ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സൃഷ്ടിപരമായ ഭാവനയിൽ പറക്കാൻ അനുവദിക്കുക. അതായത് വായുവിൽ കോട്ടകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ ഭാവന ഉപയോഗിക്കുക. തുടർന്ന് നിങ്ങളുടെ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്താൻ യൂണിക്കോണുകളോട് സഹായം ആവശ്യപ്പെടുക. യൂണിക്കോണിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് അനുഗ്രഹത്തിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയും. അപ്പം നിങ്ങളുടെ ഭാവനയെ ഉപയോഗിക്കുന്നു, അതായത് എൻ്റെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുന്നു എന്ന് പറയുക. റെയിൻബോ, മേഘങ്ങൾക്കപ്പുറം ഒരു മഴവില്ലുണ്ടെന്നാണ് പറയുന്നത്. ഈ കാർഡ് ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തെയും സന്തോഷകരമായി സാമ്പത്തികമായി പ്രതിഫലദായകവുമായി ഒന്നിൻ്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നു. അപ്പം നിങ്ങളിലെ നെഗറ്റിവിറ്റീനെയൊക്കെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് വളരെ ശക്തമായി വരുന്നു. നിങ്ങൾക്ക് അഭിവൃദ്ധിയും അടയാളങ്ങളും കൂടുതൽ വരാൻ പോകുന്നു. നിങ്ങൾ കണ്ണു തുറന്നു നോക്കുക. എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.
എല്ലാവർക്കും ഓരോ ദിവസവും ഓരോരോ മിറാക്കിൾസ് ലൈഫിലുണ്ടാവട്ടെ. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായ ഓരോ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു.